ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നല്ല നാടൻ നെയ്ച്ചോറാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടണ നല്ല നാടൻ നെയ്ച്ചോറും കോഴിയിറച്ചി. അപ്പോൾ നെയ്ച്ചോറിനുള്ള പരിപാടിയാണ് ഇന്ന് തുടങ്ങണത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശുവണ്ടി, മുന്തിരി, പിന്നെ സവാള നേർത്ത സവാള, ഇത് മൂന്നും നല്ല വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നല്ല നെയ്യിലോ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗണിഷ് കളറാവണ വരെയും നല്ല രീതിയിൽ ഇളക്കി ഒരു കളർ ആക്കിയെടുക്കുക. കാരണം അതിൻ്റെ ഒരു മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ നെയ്ച്ചോറിന് എങ്ങനെയാണ് ആ ഫ്ലേവർ കിട്ടണമെന്ന്. അപ്പോൾ ഇതൊരു നല്ല ബ്രൗൺ ആക്കണ വരെ നമ്മൾ ഇളക്കി അടി പിടിക്കാണ്ട് നോക്കണം പരമാവധി. ആവശ്യത്തിന് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എടുത്ത് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ഈ സവാളയ്ക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കാരണം ആ ഒരു ക്രിസ്പി പോകാണ്ടിരിക്കാനാണ് ഈ പഞ്ചസാര ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ നെയ്ച്ചോറിന് വേണ്ട അരി പരമാവധി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം കുതിർക്കാൻ. കൈമാ റൈസാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് ഒരു 600 ഗ്രാമിനുള്ളതാണ് ഇപ്പോൾ എടുത്തേക്കണത്. അതനുസരിച്ച് 1 കിലോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക. പിന്നെ നെയ്യ് 2 സ്പൂൺ എടുത്തിട്ട് നെയ്ക്കാണ് ഈ പട്ട, ഗ്രാമ്പൊക്കെ ഇടേണ്ടത്. തീ ലോ ഫ്ലെയിമിൽ വെക്കണം, അധികം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കേണ്ട സവാള ഒരു ഇത്തിരിക്കോളം ഇടുക. എന്നിട്ട് ഇതും ഈ സവാളയും ഒരു 5 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. പക്ഷേ ഈ സവാള അധികം ബ്രൗൺ കളർ ആവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിനുശേഷം നമ്മൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ 1.5 കപ്പ് വെള്ളം അങ്ങനെ ചൂടാക്കണം. അപ്പോൾ ഞാൻ 3 കപ്പാണ് അരി എടുത്തിരുന്നത്. അപ്പോൾ 6 കപ്പ് വെള്ളം അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ചൂടാവണം. അപ്പോൾ നമ്മൾ ഈ സവാള ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ 3 കപ്പ് അരി അങ്ങോട്ട് ഇട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ അരി ഇട്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിർത്ത അരിയാണ്, നന്നായി കഴുകി കുതിർക്കാൻ വെച്ച അരിയാണ് ഇട്ടേക്കണത്. അതൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഒരു ബ്രൗണിഷ് കളർ പോലെ തന്നെ ഒരു ചെറിയൊരു ഓറഞ്ച് കളർ പോലെ ആവും അരി. അതുവരെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കണം. കാരണം എന്നാലേ ഈ അരി വേവുള്ളൂ. പിന്നെ അരിയുടെ ആ ക്രിസ്പി കിട്ടണമെങ്കിലും ഇങ്ങനെ ചൂട് കൊണ്ട് ഒന്ന് ഇളകി വരണം, അല്ലെങ്കിൽ ഈ അരി ഒന്ന് ഉടഞ്ഞു പോവും. നമ്മൾ വേവിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഇത് വരും. പിന്നെ ചൂടുവെള്ളം എപ്പോഴും കറക്റ്റ് മൂടി വെച്ചിട്ട് വേണം അത് ചൂടാക്കാൻ, അല്ലെങ്കിൽ ആവിയായിട്ട് പോയി അരിയുടെ അളവൊക്കെ തെറ്റും, വെള്ളത്തിൻ്റെ അളവ് തെറ്റും. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ് എടുക്കേണ്ടത്. വെള്ളം നന്നായി ചൂടുവെള്ളം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ പച്ചവെള്ളം അങ്ങനെ എടുത്ത് ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ക്യാരറ്റ് വേണ്ടവർക്ക് ക്യാരറ്റ് ഇടുന്നവരുണ്ട്, അങ്ങനെ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളത് ഇടാം. ഞാൻ ഇട്ടില്ല, പക്ഷേ കാരണം നെയ്ച്ചോറ് ഞങ്ങളോടൊന്നും ഇങ്ങനെ ക്യാരറ്റ് ഇട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല. അങ്ങനെ നന്നായി ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് അരിഞ്ഞുകൊണ്ടിരിക്കണം. ഈ ഇളക്കിക്കൊണ്ടിരുന്ന് ഈ അരിയൊന്ന് ആ കളർ വ്യത്യാസം ആവണം, എന്നാലേ ഇതൊന്ന് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചോളണം. ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുത്തത് അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് നമ്മൾ വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണ്, അധികം ചിലവുമില്ല. അങ്ങനെ ഇതിൻ്റെ കളറ് മാറിയപ്പോൾ തന്നെ ചൂടുവെള്ളം, നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചൂടുവെള്ളം തന്നെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പ് ഇടണം, ഒരു 1.5 സ്പൂൺ ഉപ്പ് ഇടണം. ഈ ഞാൻ പറഞ്ഞ നാരങ്ങ നീരും ഒഴിക്കണം. തന്നെ ഒന്ന് ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കണം. കാരണം എല്ലായിടത്തേക്കും ഇതിൻ്റെ ഈ സവാളയും വെള്ളവും ഒക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി വെക്കണം. എന്നിട്ട് അതിലേക്ക് നാരങ്ങ നീരും പിന്നെ ഉപ്പ് നോക്കിയിടണം. 1.5 സ്പൂൺ ഉപ്പ് ഇടാൻ പാടുള്ളൂ, ഉപ്പ് അധികം കൂടാൻ പാടില്ല. ഒരു നാരങ്ങ ഫുള്ള് എടുത്തത് അത് പിഴിഞ്ഞ് വെച്ചതിൻ്റെ അതിൻ്റെ ചാറും ഉപ്പും ഇട്ട് നന്നായി ഇളക്കി ഒരു 5-6 മിനിറ്റ് 7 മിനിറ്റോളം ശരിക്കും വേവാൻ വെക്കണം. അടച്ച് നന്നായി വെച്ചോ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ലോ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് അത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ നെയ്യ് ഒരു 3 സ്പൂൺ നെയ്യെങ്കിലും ഒഴിക്കണം, എന്നാലേ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. 3 സ്പൂൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായി ഇതാക്കി ഒഴിച്ചിട്ട് അത് മൊത്തം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുകയും വേണം. ഇത് നന്നായി വെന്ത് ഉള്ള അരിയാണ്. അരി ഇളക്കുമ്പോൾ പയ്യെ ഇളക്കാൻ പാടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി ഉടഞ്ഞു പോകാണ്ട് നോക്കണം. അപ്പോൾ ഒരു സാവകാശം പയ്യെ ഇളക്കി അതൊന്ന് മിക്സ് ചെയ്ത് ആ നെയ്യൊക്കെ ഒന്ന് അടിയിലും മുകളിലൊക്കെ ആയിട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന കശുവണ്ടിയും സവാളൊക്കെ കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക.
അപ്പോഴേ ആ സ്മെല്ലൊക്കെ ഒന്ന് വരുള്ളൂ. എന്നിട്ട് നമുക്ക് വേണ്ട കറിയുടെ കൂടെ എടുത്ത് കഴിക്കാം. കിടു സാധനം.